ചങ്ങായിമാരെ, ഞാനിന്ന് പറയാൻ പോകുന്നത് കേരളത്തിലെ രണ്ട് മലവാണങ്ങളെ കുറിച്ചാണ്. മലവാണങ്ങൾ എന്ന് പറഞ്ഞാൽ മുതുക്ക് വാണങ്ങൾ. മുതുക്കന്മാർ എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരെ വിളിക്കുന്നതാണ്. അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിനെ മുതുക്ക് വാണങ്ങൾ തന്നെ വിളിക്കാം. കാരണം ഇവർക്ക് രണ്ടാക്കും കിട്ടുന്ന അവസരങ്ങളിൽ ഇവർ ഏതെല്ലാം ചാനലിൽ പോയി ഇരുന്നിട്ടാണോ നൊടിച്ചിലളക്കുന്നത്, ആ നൊടിച്ചിലളക്കുമ്പോ എല്ലാവരെയും BJP ഒഴികെയുള്ള എല്ലാവരെയും വ്യക്തിപരമായി അതിശയിപ്പിക്കുന്ന രണ്ട് മലർവാണ മുതുക്ക് വാണങ്ങളെ ഇവർ രണ്ടാളും. ഒന്നാമത്തെ ആൾ TG മോഹൻദാസ് എന്ന വർഗീയ വിഷം. രണ്ടാമത്തെ സാമാനം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ വർഗീയ വിഷമുള്ള ചങ്കരം വക്കീൽ, ജയശങ്കരം വക്കീൽ. ഈ രണ്ട് മുതുക്ക് മലർവാണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സംഭവം എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധി പൊട്ടിച്ചൊരു ബോംബുണ്ടല്ലോ, ആറ്റം ബോംബ്, ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള ആറ്റം ബോംബ്. പക്ഷെ ഇവർക്ക് രണ്ടാക്കും അതത്ര വലിയ ആറ്റം ബോംബായിട്ട് തോന്നുന്നില്ല. കാരണം ഇവർ സംഘികളാണല്ലോ. സംഘികൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല ഇമാരി പൊട്ടൽ പൊട്ടിക്കഴിഞ്ഞാൽ. ഇവർ രാഹുൽ ഗാന്ധിനെ കുറ്റപ്പെടുത്താനും ഇലക്ഷൻ കമ്മീഷനെ പൊന്തിച്ചു പൊട്ടിക്കാനും പിന്നെ സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള ഭയങ്കരമായ ഓട്ടത്തിലാണ്. TG മോഹൻദാസ് പിന്നെ പക്കാ സംഖ്യ എന്ന് പറയാം. പക്ഷെ ഈ ചങ്കരം വക്കീല് നിഷ്പക്ഷനായി വാദിച്ചിട്ട് സംഖ്യക്ക് വേണ്ടി ഇങ്ങനെ ഇടക്കൂട്ട കളിച്ചിട്ട് സംഘികളെ സുഖിപ്പിച്ച് ജീവിക്കുന്ന മലർവാണാണ്. ഏറ്റവും വലിയ മലർവാണ്. ശരിക്കും പറഞ്ഞ TG മോഹൻദാസിനെയും കാട്ടി പേടിക്കേണ്ടത് ഈ ചങ്കരം വക്കീലിനെയാണ്. കാരണം TG സംഖ്യയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷെ ഈ ചങ്കരം വക്കീല് സംഖ്യയാന്ന് ഒരിക്കലും പറയില്ല. നമ്മൾ മറ്റേ ഷിജിത് പണിക്കറില്ലേ, ഷിജിത് പണിക്കർ ലൈനാണ്. പക്കാ സംഖ്യയാണെങ്കിലും അങ്ങനെ പറയില്ല. അങ്ങനെ പറഞ്ഞ നാണക്കേടാന്നല്ല. പക്ഷെ പണിയെടുക്കുന്നത് എച്ചും സംഖ്യക്ക് വേണ്ടിയിട്ടും സംഖ്യകൾ സുഖിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഈ TG മോഹൻദാസ് എന്ന് പറഞ്ഞ ചാകാനായ കുഴിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന കടൽ കിളവൻ നമ്മുടെ രാഹുൽ ഗാന്ധിനെ കുറിച്ചും രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങളെ കുറിച്ചും എന്ത് പറയുന്നെന്ന് കേട്ടു നോക്കാം. വലിയ കാര്യം എന്നുള്ള പക്കാ ഫ്രോഡിത്തര പറയുന്നത് അതാണ്, നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പുറത്ത് ട്രംപിൻ്റെ വക ബോംബ്, ഇവിടെ അകത്ത് രാഹുൽ ഗാന്ധിയുടെ വക ബോംബ്. അണുബോംബാണെന്നാണ് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയത്. ഇത് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ തീർന്നു, നീ തീർന്നടാ, നീ തീർന്നു എന്നുള്ള ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ. നിർവാചൻ സദൻ എന്ന് പറയുന്ന വലിയ ഘടോൽഗജൻ്റെ കൊട്ടാരം പോലെയുള്ള ഡൽഹിയിലെ ആ കെട്ടിടം തകർന്നടിഞ്ഞ് വീഴും എന്നാണ് ഞാൻ ധരിച്ചത്. ഒടുവിൽ വന്നപ്പോഴെന്താ, ഒരു ചെറിയ കതിനാവെടിയുടെ ഒച്ച പോലും ഇല്ലാത്ത അപഹാസ്യമായ ഒരു പത്രസമ്മേളനം. വലിയ യന്ത്രങ്ങളൊക്കെ വെച്ചിട്ട് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ, അതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കേടാവുന്നു, ഓഫാകുന്നു. എന്തൊരു കഷ്ടം. ഒടുവിൽ പത്രസമ്മേളനത്തിൻ്റെ അവസാനം എത്തിക്കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുക്ക് വെച്ചിട്ട് ജനഗണമന അങ്ങിട്ടു. ജനഗണമന കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഓടി മൈക്ക് കൊണ്ടുപോയി മേശപ്പുറത്ത് വെച്ചിട്ട് അറ്റൻഷനായിട്ട് നിന്നു. ബാക്കിയുള്ളവരും ചാടി എണീറ്റ് ജനഗണമനയല്ലേ, ചാടി എണീറ്റ് അറ്റൻഷനായിട്ട്. ഇതൊക്കെ എന്ത് പരിപാടിയാണ്? ഒരു പരിപാടി തീർന്നിട്ട് ഇനി ദേശീയ ഗാനം എന്ന് പറയുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കുന്നു. എണീറ്റ് നിന്ന് കഴിഞ്ഞിട്ടാണ് ദേശീയ ഗാനം സാധാരണ കേൾപ്പിക്കുന്നത്. അല്ലാതെ വെടിപൊട്ടുന്ന പോലെ ദേശീയ ഗാനം ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഇരുന്നിടത്തു നിന്ന് എണീക്കേണ്ടേപ്പാ. അപ്പോഴത്തേക്ക് ജനഗണമന അതിനായക ജയഹേ നായി കഴിയും. മനുഷ്യൻ്റെ കസേരയിൽ ഊന്നിയൊക്കെ പ്രായമുള്ളവരൊക്കെ ഉണ്ട്, ഇപ്പൊക്കെ ഒന്ന് എണീറ്റ് വരണ്ടേ. ഏതായാലും ഇങ്ങനത്തെ ഒരു തല്ലിപ്പൊളി ഏർപ്പാട് സത്യം. ഇവർക്ക് ജനഗണമനയും ദേശീയ ഗാനവും ദേശീയ പതാകയിലും തല്ലിപ്പൊളി ഏർപ്പാടായിട്ടേ തോന്നുന്നു. കതിനാവടി പോലെ തോന്നിയതുണ്ടല്ല. പ്രായമായി, അത് സമ്മതിക്ക്. ചെവിടെല്ലാം അടിച്ചു പോയിട്ടുള്ളേ. അതാണ് ഇമാതിരി ആറ്റം ബോംബ് പൊട്ടിയിട്ടും തനിക്ക് കതിനാവടി പോലെല്ലാം തോന്നുന്നു. സംഭവം അടിച്ചുപോയി. ചെവിടിലൊന്ന് വൃത്തിയാക്കി വെക്ക്. ചിലപ്പോ ചെവിട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ശബ്ദം കേൾക്കും. ചെവിട് വൃത്തിയാക്കാൻ വേണ്ടി തലയിൽ മൊത്തം മാലിന്യല്ലേ. ആ മാലിന്യം ഇങ്ങനെ ചെവിടിലൂടെയും ശരീരത്തിൽ മൊത്തം വ്യാപിച്ച്. ഇനി അതുകൂടി ഇനി ചെവിട് മാത്രം വൃത്തിയാക്കിക്കൊണ്ട് ഇതുപോലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്ന എനക്ക് തോന്നുന്നില്ല കേട്ടാ. പിന്നെ ജനഗണമന കേൾക്കുമ്പോൾ എണീക്കാൻ പാടുണ്ടെന്ന് സമ്മതിക്കണം. കാലും കയ്യിലും തനിക്ക് ഇങ്ങനെ വിറക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോയിൽ ഈ ചങ്ങായിക്ക് അത്ര വലിയ വെറിയൊന്നും കാണുന്നില്ലോ. ഞാനുണ്ടല്ലോ ടൂറിലിട്ടിട്ടാണ് ഇത് സ്പീഡാക്കിയിട്ടുള്ളത്. എന്നിട്ടാണ് ഞാൻ ആ വെറിയില്ലാണ്ടാക്കിനി. അല്ല നോർമൽ സംഭവം കണ്ടല്ലോ. ഇത് 4 മിനിറ്റ് വീഡിയോ ആയിരിക്കും. ഇത് ചാകാനായി കുഴിയിൽ കാലെടുത്ത് വെച്ചില്ലേ എന്റെ TG മോഹനദാസ. എന്തെങ്കിലും നാടിന് വേണ്ടി താൻ ചെയ്തിട്ടുണ്ടോ? ഈ നാടിന് പോട്ടെ, നീ സംഘികൾക്ക് വേണ്ടിയിട്ടെങ്കിലും താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു കുടുംബത്തിന് വന്ന രാഹുൽ ഗാന്ധിനെ കുറിച്ച് പേര് പറയാനുള്ള എന്ത് യോഗ്യതയുടെ ഒന്നാറി തനിക്കുള്ളത്? ഇങ്ങനെ ഇരുന്നിട്ട് കിട്ടുന്ന സമയങ്ങളിൽ ഏതൊക്കെ ചാനലിൽ പോയി ഇരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ രാഹുൽ ഗാന്ധിനെ കുറിച്ച് അപഹാസ്യപരമായിട്ട് സംസാരിക്കാൻ വേണ്ടി താൻ സ്വയം അപഹാസ്യനാകുന്ന കുടിയിൽ കാലെടുത്ത് വെച്ച മലർവാണ മുതുക്ക് വാണമേ.
നന്നാകാനൊന്നും പറയുന്നില്ല കേട്ടോ, നന്നാകാനൊന്നും പറയുന്നില്ല. വിറച്ച് വീട്ടിൽ കുത്തിയിരിക്കുക. ഇങ്ങനെ ചാനലിൽ വന്നിട്ട് വെറുപ്പിക്കുന്ന വർത്താനം പറഞ്ഞിട്ട് തനിക്കിപ്പോ സംസാരിക്കാൻ തന്നെ കഴിയാത്ത അവസ്ഥയായിട്ടുള്ളത്. തനിക്കൊന്നും ദൈവവിശ്വാസം ഇല്ലാന്നറിയാം, എന്നാലും പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ വെറുപ്പിക്കൽ സംസാരിച്ചാല് ദൈവം അതാണ് തനിക്കിപ്പോ സംസാരിക്കുമ്പോൾ തന്നെ വെറിയിൽ വരുത്തുന്നത് കേട്ടോ. അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധവും വിവരവും ഇത്രയും പ്രായമായിട്ടും തനിക്കില്ലാന്നറിയാം. ഇനി അടുത്ത നമുക്ക് രണ്ടാം മലർവാണ മുതുക്കുവാണമായ ചങ്കരം വക്കീലിന്റെ മുതുക്ക് തരങ്ങൾ കേൾക്കാം. ബാ. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനമാണ്. ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനവുമാണ്. ഈ ഓഗസ്റ്റ് 6-ന് 9-ന് ഇടയ്ക്കുള്ള ദിവസമാണ് ശ്രീ രാഹുൽ ഗാന്ധി ആറ്റം ബോംബ് വർഷിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം കുറച്ചധികം കാലമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നടക്കുന്ന മൊത്തം തെരഞ്ഞെടുപ്പും അഴിമതി കൊണ്ട് പങ്കിലമാണെന്നും ശരിയായ രീതിയിലുള്ള ജനവിധി ഇവിടെ പ്രതിഫലിക്കപ്പെടുന്നില്ല എന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ BJPയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കയ്യിൽ ഒരു പാവയായിരിക്കണം. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് സാധ്യമാകണമെങ്കിൽ രാജ്യത്ത് പേപ്പർ ബാലറ്റ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണം. തെരഞ്ഞെടുപ്പ് യന്ത്രം അഥവാ EVM അറബിക്കടലിൽ എറിയണം എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. പുള്ളി പല സന്ദർഭങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും ഒരു ദിവസത്തിൽ കൂടുതൽ ആയുസ്സുണ്ടായിട്ടുമില്ല. മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ സീരിയസ് ആയിട്ടുള്ള നേതാക്കന്മാരാരും തന്നെ അത് ഏറ്റുപിടിച്ചിട്ടില്ല. ഘടകകക്ഷികളാണെങ്കിൽ ഇദ്ദേഹത്തെ സ്ഥാനത്തും അസ്ഥാനത്തും പുച്ഛിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. BJPക്കാരുടെ കാര്യം പറയാൻ വേണ്ട. തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ, അല്ലെങ്കിൽ ഫറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് ആകട്ടെ, അത് മറ്റ് സഖ്യകക്ഷികളാകട്ടെ, ആരും തന്നെ ഇദ്ദേഹത്തിൻ്റെ വാദഗതികളെ ഫലപ്രദമായി ഒരു സമയത്തും പിന്തുണച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളി ആറ്റം ബോംബ് ഭീഷണി മുഴക്കിയത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും വിട്ട് ബാക്കി വന്ന ഒരു ആറ്റം ബോംബ് പുള്ളിക്ക് എവിടെ നിന്നോ കിട്ടി. അത് അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിൻ്റെ മുകളിൽ പതിക്കുമെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. പുള്ളി കുറേ അധികം കടലാസുകളുമായി വന്ന് പത്രസമ്മേളനം നടത്തി, പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നടത്തി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ ചങ്കരം വക്കീൽ പറഞ്ഞത്. ചങ്കരം വക്കീലിന്റെ തലയിൽ ഈ സംഭവം സത്യമായിട്ട് നടന്നതാണെന്ന് മനസ്സിലാക്കേണ്ട ബോധം ഇനിയും വന്നിട്ടില്ല. കാരണം ബോധം വരൂലല്ലോ, ബോധമില്ലല്ലോ. സംഘികൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ഈ ചങ്കരം വക്കീലിന്റെ ബോധം പോയി. പണ്ടൊക്കെ ഈ ചങ്ങയുണ്ടല്ല, കാറ്റുണ്ടാകുമ്പോൾ തൂറ്റുന്ന ടീമാണ്. കോൺഗ്രസിന്റെ കൂടെ ഉണ്ടാവും, CPMന്റെ കൂടെ ഉണ്ടാവും, അവസരത്തിനത്തിന് BJPന്റെ ഒപ്പം ഉണ്ടാവും. ഇപ്പൊ കാറ്റിനനുസരിച്ച് തൂറ്റിൽ നിർത്തിയിട്ട് സംഘികൾക്ക് വേണ്ടി തൂറ്റിൽ തുടങ്ങി. സംഘികളാണെങ്കിൽ ആ തൂറ്റിൽ രണ്ട് കൈ കൊണ്ട് സ്വീകരിക്കുകയും ചെയ്യും. ഇയാളെല്ലാം എങ്ങനെയാണ് രാഹുൽ ഗാന്ധിനെ പ്രസന്റേഷൻ ചെയ്യുന്നുണ്ട? ഒരു കളിയാക്കുന്ന മോഡലാണ് ഇയാളെല്ലാം സംസാരം. ഇയാൾ എപ്പോഴും അങ്ങനെയാണ്. സംഘി നേതാക്കന്മാർ മാത്രം ഇയാൾ കളിയാക്കൂല, ബാക്കി എല്ലാവരെയും അപഹസിച്ച് സംസാരിക്കുന്ന ഒരു വേട്ടാവളിയും മുതുക്കുവാണെന്ന് ഇയാൾ രാഹുൽ ഗാന്ധിനെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നല്ലല്ലോ നോക്കേണ്ടത്. ഇയാളുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? ഇയാൾ ഒരിക്കലും BJPക്കെതിരെയാണ് ഇയാളുടെ നിലപാട് വരുന്നെങ്കിൽ അതൊരിക്കലും പുറത്തു പറയില്ല. BJPക്കെതിരെ നിലപാട് പറഞ്ഞാൽ ഇയാൾക്ക് മണി കിട്ടൂല, പകരം ഇയാളെ മണി BJPക്കാരെ അടിച്ചു പൊളിക്കും. അതുകൊണ്ട് BJPക്കെതിരെ ഒരു അക്ഷരം ഉണ്ടൂല. പക്ഷെ ഇങ്ങനെ ഇരുന്നിട്ട് മറ്റുള്ളവരെ അപഹസിക്കാനും ആക്ഷേപിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ രണ്ട് മുതുക്ക വാണങ്ങൾക്കും. ഏതെല്ലാം ചാനലുകളാണ് വന്നിരുന്ന് സംസാരിക്കുന്ന റീറ്റിങ്ങൾ എല്ലാം സംഘി ചാനലുകളാണ്, ചാണക ചാനലുകൾ ഇരുന്നിട്ടാണ് ഇങ്ങനെ സംസാരിക്കുക. രാഹുൽ ഗാന്ധി തെളിവ് സഹിതം ഈ വോട്ടുകളെ കാണിച്ചിട്ടും അതൊന്നും ഈ രണ്ടും മറ്റേ മുതുക്കുവാണ് പിന്നെ സംഖ്യ ചോദിക്കുക. ഇവൻ ഇടക്കിടക്ക് നിഷ്പക്ഷനാന്ന് പറഞ്ഞിട്ട് ചാനൽ ചർച്ച മെയിനായിട്ട് നമ്മളെ വേശ്യാനെറ്റ് ഉണ്ടല്ലോ, അതിന്റെ അകത്ത് വന്നിരുന്ന നിഷ്പക്ഷ എന്നുള്ള ബോർഡും വെച്ചിട്ട് സംസാരിക്കുക. അപ്പോഴെങ്കിലും സ്വന്തം എന്തെങ്കിലും ഒരു ചെറിയ നിലപാടെങ്കിലും കാണിക്കണ്ട. ഈ നാറി ചെറിയൊരു നിലപാട് പക്കാ സംഖ്യയായി, എന്നാൽ ആ നിഷ്പക്ഷ എന്നുള്ള ബോർഡാടെ വെച്ചതിന്റെ ചെറിയൊരു ബോധവും വിവരവും ഇയാൾ കാണിക്കൂല. ഇതുപോലെയുള്ള നിഷ്പക്ഷ പരബ്രഹ്മ വാണങ്ങളെ മനസ്സിലാക്കുക. എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് കോൺഗ്രസിലെയായാലും CPMിലെയായാലും പലരും ഇയാൾ ഇപ്പോഴും നിഷ്പക്ഷനാന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ശങ്കരം വക്കീൽ ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇയാൾ നിഷ്പക്ഷനാന്ന് കരുതല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ഇയാൾ വിമർശിക്കുമ്പോൾ നിങ്ങൾ വേഗം പോയിട്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യും. ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഇയാള് ശ്രീജിത്ത് പണിക്കർ എല്ലാം ഒരൊറ്റ വാണങ്ങളാണ്, സംഘി വാണങ്ങൾ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഇവര് വിമർശിക്കുമ്പോൾ ഇവരെ പോയി സപ്പോർട്ട് ചെയ്യാൻ നിൽക്കല്ല. ഇവര് നാളുകളിലുണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കെതിരും വേണ്ടാത്തത് പറയും. അതുകൊണ്ട് ഈ നിഷ്പക്ഷ പരബ്രഹ്മ വാണങ്ങളെ മനസ്സിലാക്കുക. ഇതെല്ലാം പങ്കി വാണങ്ങളാണ്. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.